തൃശൂർ കൊരട്ടിയിലേക്കാണ്. അവിടെ പോലീസുകാരെയാണ് ആക്രമിച്ചത്. കേസിൽ 2 പേരാണ് പിടിയിലായിട്ടുള്ളത്. പുത്തഞ്ചിറ സ്വദേശി ഷിയോ, മേലൂർ സ്വദേശി ഫെബിൻ എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ തടയണയ്ക്ക് മുകളിൽ അഭ്യാസം നടത്തിയത് തടയാൻ എത്തിയപ്പോഴാണ് പോലീസിനെ ആക്രമിച്ചത്. ഈ പ്രതികളെ പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഷവാസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. ഷവാസ്, പോലീസിനും രക്ഷയില്ലാത്തൊരു കാലം. തീർച്ചയായും ഷിയാസ്, തടയണയ്ക്ക് മുകളിൽ ഒരു അഭ്യാസം കാണിച്ച പ്രതികളെ പിടികൂടാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പോലീസിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പ്രതികളായ പുത്തഞ്ചിറ സ്വദേശി ഷിയോ, മേലൂർ സ്വദേശി ഫെബിൻ എന്നിവർ ചാലക്കുടിക്ക് പുഴയ്ക്ക് കുറുകെയുള്ള കൂടപ്പുഴ ആറാട്ടുകടവ് തടയണയിലാണ് ഇത്തരത്തിൽ അഭ്യാസം കാണിച്ചത്. വെള്ളം മുകളിലൂടെ കുത്തി ഒഴുകുന്ന ഒരു തടയണയാണ്. ഈ തടയണയ്ക്ക് മുകളിലാണ് മദ്യലഹരിയിലെത്തിയ പ്രതികൾ അപകടകരമായ രീതിയിൽ ഒരു അഭ്യാസം കാണിച്ചത്. ഇത് കണ്ട നാട്ടുകാർ ഉടൻ തന്നെ പോലീസിനെ കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം അറിയിച്ചു. കൺട്രോൾ റൂമിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരമാണ് കൊരട്ടി സ്റ്റേഷനിലെ പോലീസുകാരായ SI ജോയും CP ഷിബു എന്നിവരടങ്ങുന്ന ഒരു 4 സംഘം ഇവരെ താഴെ ഇറക്കാൻ എത്തുന്നത്. പോലീസ് എത്തിക്കൊണ്ട് ഇവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചു. വെള്ളം കുത്തിയൊഴുകുന്ന തടയണയാണ്, അപകടകരമായ രീതിയിൽ ഇത്തരത്തിൽ അഭ്യാസം കാണിക്കരുതെന്ന് പോലീസ് ഇവരോട് പറഞ്ഞു. പക്ഷേ പോലീസ് പറഞ്ഞത് പ്രതികൾ കൂട്ടാക്കിയില്ല. പിന്നീട് അവിടെ തന്നെ തുടരുകയായിരുന്നു. ഒപ്പം പോലീസുകാരോട് കയർക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പോലീസുകാർക്ക് നേരെ കയ്യേറ്റമുണ്ടായത്. SI ജോയ് അടക്കമുള്ളവരെ കയ്യേറ്റം ചെയ്യാൻ ഇവർ ശ്രമിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈ ആക്രമണത്തിൽ പോലീസുകാർക്ക് ഉൾപ്പെടെ പരിക്കേറ്റു എന്നാണ് പോലീസ് നിലവിൽ അറിയിക്കുന്നത്. വൈകാതെ തന്നെ അവരെ പിടികൂടിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇപ്പോഴെന്തായാലും ഇവരെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് റിമാൻഡ് ചെയ്തു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. തടയണയ്ക്ക് മുകളിൽ അപകടകരമായ രീതിയിൽ മദ്യപിച്ച് അഭ്യാസം നടത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാർക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ശരി, ഷബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.